വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ UDF എന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. ഈ വിഷയത്തിൽ CPIMന് ഒറ്റ നിലപാടാണുള്ളത്. UDF നേതൃത്വം മാപ്പ് പറഞ്ഞാൽ ഈ വിഷയത്തിൽ ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഇതിൻ്റെ വിവരങ്ങളുമായി സച്ചിൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സച്ചിൻ, നേരത്തെ തന്നെ CPIM തെരഞ്ഞെടുപ്പ് കാലത്തെ ആരോപിച്ചതാണ് ഇതിൻ്റെ പിന്നിൽ UDF ആണെന്ന്. ഇന്നിപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞത്? അജിംഷാ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് കാഫിർ പ്രയോഗം വടകരയിൽ ആഞ്ഞടിച്ചത്. ഇത് നിർമ്മിച്ചത് UDF ആണെന്ന വ്യക്തമായ കാര്യങ്ങളാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. അതായത് KK ശൈലജ ടീച്ചർക്കെതിരെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലായിരുന്നു വടകരയിൽ UDFൻ്റെ നേതൃത്വത്തിൽ പ്രചാരണം നടത്തിയത്. ഇതിന് പിന്നിൽ UDFും അതുപോലെ തന്നെ BJPയുടെ പിന്തുണയോടും കൂടിയാണ് ഇത്തരത്തിലൊരു പ്രചാരണം നടന്നതെന്നും ഇതിൽ കൃത്യമായ നിലപാട് CPMൻ്റെ നിലപാട് കൃത്യമായി ആവർത്തിച്ച് തന്നെയാണ് ഗോവിന്ദൻ മാഷ് ഇന്നും വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ UDFിൻ്റെയും അതുപോലെ തന്നെ BJPയുടെയും ശക്തികളാണ് എന്ന കാര്യം കൂടി ഈ കൃത്യമായ രീതിയിൽ MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം അവിടെ നടന്നത്. ഇതിൽ UDFിലെ ഘടകകക്ഷികളായ മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ വ്യാജ നിർമ്മിതിക്ക് പിന്നിലുണ്ട്. ഇതിൽ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുള്ള പാറക്കൽ അബ്ദുള്ള അടക്കം DYFI നേതാവിനെതിരെ തന്നെ വ്യാജ രീതിയിലുള്ള പ്രചാരണ നവമാധ്യമങ്ങളിൽ അടക്കം പങ്കുവച്ചിരുന്നു. ഇതിനൊക്കെ എതിരെ വലിയ രീതിയിലുള്ള ശക്തമായ പ്രതിഷേധമാണ് വടകരയിൽ ഉയരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വടകരയിൽ DYFIയുടെ പ്രതിഷേധം അടക്കമുണ്ട്. ഇത്തരത്തിൽ ഇടതുപക്ഷത്തിനെതിരെ വലിയ രീതിയിലുള്ള വ്യാജ നിർമ്മിതിയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് വടകരയിൽ UDFിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ UDFിനെ സഹായിക്കാൻ വേണ്ടി BJPയും ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടിയാണ് ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയിട്ടുള്ളത്. അജിംഷാസ്.